കണ്ണൂർ ചെമ്പല്ലിക്കുണ്ടിൽ കുഞ്ഞുമായി പുഴയിൽ ചാടിയ യുവതിയുടെ മൃതദേഹം കണ്ടെത്തി. വയലപ്പുറ സ്വദേശി റീമയാണ് മരിച്ചത്. 3 വയസ്സുള്ള കുട്ടിയും എടുത്തുകൊണ്ടാണ് അവർ പുഴയിലേക്ക് ചാടിയത്. ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്കായിട്ടുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ സംഭവ സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു. അരുൺ, യഥാർത്ഥത്തിൽ ഇവർ സ്കൂട്ടിയോ എന്തോ മറ്റോ കണ്ടിട്ടില്ലേ ആൾക്കാർ സംശയിച്ചത് ഒരു പുഴയിൽ ചാടിക്കാണും എന്ന്? കൂടുതൽ വിവരങ്ങൾ. SKN, ഞാനിപ്പോൾ ആ തെരച്ചിൽ നടക്കുന്ന പുഴയുടെ തീരത്താണുള്ളത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ ഫയർഫോഴ്സിന്റെയും സ്കൂബ സംഘം, നാട്ടുകാർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് തെരച്ചിൽ നടത്തുകയാണ്. അല്പസമയം മുമ്പാണ് ഈ പുഴയിൽ നിന്ന് ചാടിയ റീമയുടെ മൃതദേഹം ഇവിടെ ഈ ഭാഗത്ത് വെച്ച് കണ്ടെത്തിയത്. പാലത്തിൽ നിന്ന് പുലർച്ചെ ഈ 3 വയസ്സുള്ള കുട്ടിയെ എടുത്ത് പുഴയിലേക്ക് ചാടുകയായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം. ആ പുഴയുടെ തൊട്ട് താഴെ ചൂണ്ടയിടാൻ 2 യുവാക്കൾ ഉണ്ടായിരുന്നു. അവരിൽ ഒരാളാണ് ഇത്തരത്തിൽ പുഴയിലേക്ക് ചാടിയത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത്. പിന്നീട് ഈ പുഴയുടെ മുകൾ ഭാഗത്ത് ഈ റീമ വന്ന സ്കൂട്ടി കൂടി കണ്ടെത്തി. അങ്ങനെയാണ് അതിൽ നിന്നാണ് റീമയാണെന്ന കാര്യം പിന്നീട് പോലീസ് ഉൾപ്പെടെ തിരിച്ചറിഞ്ഞത്. അങ്ങനെ ബന്ധുക്കളെയും നാട്ടുകാരൊക്കെ വിവരം അറിയിച്ചു. ഇപ്പോഴും നമുക്ക് കാണാം, തെരച്ചിൽ തുടരുകയാണ്. മഴയായതുകൊണ്ട് അല്പം ജലനിരപ്പ് ഉയർന്ന നിലയിലാണ് പുഴയുള്ളത്. കാര്യമായി അടിയൊഴുക്കില്ലാത്ത പുഴയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അല്പസമയം മുമ്പ് ഈ ഭാഗത്ത് വെച്ച് റീമയുടെ മൃതദേഹം കണ്ടെത്തി. ഇപ്പോൾ ഈ 3 വയസ്സുള്ള കുട്ടിക്കുള്ള തെരച്ചിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാരും ഇവിടുത്തെ ജനപ്രതിനിധികളൊക്കെ ഉണ്ട്. ചേട്ടാ, എന്താണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്? റീമയും ഭർത്താവും തമ്മിൽ കുറച്ചു കാലമായിട്ട് മാനസികമായിട്ട് ചില പ്രശ്നങ്ങളുള്ളതായി അറിയാൻ കഴിഞ്ഞു. കൃത്യമായ വിവരം ഞങ്ങൾക്കില്ല. ഏതായാലും കുടുംബപരമായി ഭർത്താവിൻ്റെ വീട്ടുകാരുമായി ചില തർക്കങ്ങളുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി താമസം സ്വന്തം വീട്ടിലാണെന്നും ഉള്ള വിവരം ഉണ്ട്. കൂടുതൽ വിവരം ഇന്ന് പുലർച്ചയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ പ്രായമുള്ളവർ മാത്രമായിരുന്നോ റീമയുടെ വീട്ടിലുണ്ടായിരുന്നത്? വീട്ടിൽ അച്ഛനും അമ്മയും പ്രായമില്ല. ഒരു 60 വയസ്സ് അച്ഛൻ, അമ്മ ഒരു 50-55 വയസ്സുള്ള അമ്മയാണ്. അപ്പോൾ അവരറിയില്ല. അറിയാതെ ഒരു 12 മണിക്ക് ശേഷമാണ് സ്വന്തം സ്കൂട്ടി എടുത്തിട്ട് കുട്ടിയെ എടുത്തിട്ട് വന്നതെന്നാണ് അറിയുന്നത്. ഈ പോലീസ് അറിയിച്ചതിനെ തുടർന്നാണ് അവർ ആ കാര്യം അറിഞ്ഞത്? അതെ. പോലീസ് അവരുടെ വണ്ടി നമ്പർ ട്രേസ് ചെയ്ത് അവിടുത്തെ പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറിയെയും മറ്റുള്ളവരെയൊക്കെ വിവരം അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ മാത്രമേ അവരെ അറിയിച്ചിട്ടുള്ളൂ, വീട്ടുകാരെ. ഇവിടെ ചൂണ്ടയിടാൻ ഇരുന്ന ആൾക്കാരാണ് ഇത് കണ്ടത് തോന്നല്ലേ? അതെ, അവരാണ് കണ്ടത്. ആദ്യം കണ്ടത് അവരാണ്. അതിനുശേഷം ഈ പറഞ്ഞതുപോലെ തന്നെ വണ്ടി നോക്കിയപ്പോൾ ഈ നമ്പർ ഇവരുടെ പേരിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അങ്ങനെയാണ് പോലീസ് വന്ന്, ഫയർഫോഴ്സും വന്ന് തെരച്ചിൽ ആരംഭിച്ചത്. ഈ ഭാഗത്ത് വെച്ച് തന്നെയാണ് റീമയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇപ്പോൾ തെരച്ചിൽ? അതെ, ഇവിടെ വെച്ചിട്ടാണ്. കാര്യമായ അടിയൊഴുക്കുണ്ടോ പുഴയിൽ? എങ്ങനെയാണ് ഈ പുഴയുടെ ഒരു ഘടന? അങ്ങനെ അടിയൊഴുക്കില്ല പുഴയല്ല. ഒരു നടുക്കൂടെ കുറച്ച് വെള്ളങ്ങൾ ഒഴുകുന്നില്ല. സൈഡിൽ മാത്രം അങ്ങനെ നല്ല കരയുള്ള പ്രദേശമാണ്. മഴയുള്ളത് കൊണ്ട് ജലനിരപ്പ് കുറച്ച് ഉയർന്നു. അത് വേലിയേറ്റത്തിൻ്റെ ഭാഗമായിട്ട് മാത്രമുള്ളതുകൊണ്ട് നാട്ടുകാരോട് കൂടി സഹായത്തോടെയാണ് തെരച്ചിൽ? നാട്ടുകാരടക്കമുണ്ട്. നാട്ടുകാരനെ എല്ലാവരും ഉണ്ട്. ഇന്നലെ മുതലേ പുലർച്ചെ മുതലേ നാട്ടുകാരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. കുടുംബ പ്രശ്നം ആണെന്ന് തന്നെയാണോ മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? കുടുംബ പ്രശ്നം തന്നെയാണ്. സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ വീട്ടുകാരുണ്ടായ ഒരു അകൽച്ച തന്നെയാണ് ഈ കുട്ടി മരണത്തിനിടയാൻ സാധ്യതയാണെന്ന് തോന്നുന്നു. കുറേ നാളായി അവരങ്ങനെ മാറി താമസിക്കുക? വിവാഹം കഴിഞ്ഞതിന് ശേഷം ആദ്യകാലം മുതലേ അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇത്തരം പ്രശ്നങ്ങൾ ഇവർ നേരിട്ടിരുന്നു. കുറേ കാലമായി അങ്ങനെ അഭിമുഖീകരിക്കുന്നുണ്ട്. SKN, നാട്ടുകാരും ജനപ്രതിനിധികളൊക്കെയാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത്. അവർ പറയുന്നത് കുടുംബ പ്രശ്നമുണ്ടായിരുന്നു. ഭർത്താവിനൊപ്പമല്ല താമസിക്കുന്നത്, ഭർത്താവുമായി അകന്ന് താമസിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ, ഭർത്താവിൻ്റെ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രാഥമികമായി നാട്ടുകാരും പറയുന്നത്. എന്തായാലും അതിലൊരു വ്യക്തത വരുത്തേണ്ടത് പോലീസാണ്. ആ കാര്യങ്ങൾ പോലീസ് എന്തായാലും അന്വേഷിക്കുകയാണ്. എന്തായാലും ആദ്യഘട്ടത്തിൽ ഇവരെ ഈ കുട്ടിയെ കൂടി കണ്ടെത്തുക എന്നതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതിനുവേണ്ടിയുള്ള തെരച്ചിലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നാട്ടുകാർ സൂചിപ്പിച്ച പോലെ തന്നെ പുലർച്ചെ ഈ പാലത്തിന് മുകളിൽ നിന്ന് ആണ് ഈ റീമ താഴേക്ക് കുട്ടിയുമായി ചാടുന്നത്. തൊട്ട് താഴെ, പാലത്തിന് താഴെ ഉണ്ടായിരുന്ന ചൂണ്ടയിടാനുണ്ടായിരുന്ന യുവാക്കളാണ് കണ്ടത്. അങ്ങനെയാണ് മറ്റു നാട്ടുകാരെയൊക്കെ വിവരം അറിയിച്ചത്, പോലീസിനെയും വിവരം അറിയിച്ചത്. തുടർന്ന് പോലീസ് എത്തി ഈ സ്കൂട്ടി പരിശോധിച്ചതിന് അത് ട്രേസ് ചെയ്താണ് ഇത് റീമയാണെന്ന് തിരിച്ചറിഞ്ഞത്. അങ്ങനെയാണ് റീമയുടെ ബന്ധുക്കളെയൊക്കെ വിവരം അറിയിച്ചത്. റീമയുടെ വീട്ടിൽ പ്രായമായ അമ്മയും അച്ഛനും മാത്രമാണ് ഉള്ളത്. അവർ ഈ വിവരം അറിഞ്ഞിരുന്നില്ല. റീന ഇങ്ങനെ സ്കൂട്ടി എടുത്ത് പുറത്തോട്ട് പോയ കാര്യമൊന്നും
അവരറിഞ്ഞിരുന്നില്ല. നമുക്ക് സ്വാഭാവികം നമുക്ക് അറിയാം, ഉറങ്ങി കിടക്കുന്ന സമയമാണ്, അതുകൊണ്ട് അവരാ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല. എന്തായാലും ആ തിരച്ചിൽ, ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ എന്തായാലും തുടരുകയാണ്. റീമയുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവമാണ്. ഇതിൻ്റെ കൃത്യം എന്താണ് കാരണത്തെ സംബന്ധിച്ച് പോലീസ് വിശദമായ അന്വേഷണം നടത്തി വരികയാണ്. ഓക്കെ, അരുൺ പുപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. കുഞ്ഞിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ തുടരുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം.